നമുക്കൊരു ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ എന്നവാ. തൊലിയുള്ള ചിക്കൻ ഫോർക്ക് കൊണ്ട് കുത്തിയ ശേഷം അതിലേക്ക് പെപ്പർ കോൺസ്, ജാതിപത്രി, കറുത്ത നാരങ്ങ, ഏലക്ക, കറുകപ്പെട്ട, ഇഞ്ചി, വെളുത്തുള്ളിയുടെ പേസ്റ്റും പിന്നെ നന്നായിട്ട് 3/4 കപ്പ് ഓഫ് സൺഫ്ലവർ ഓയിലും മന്തി മസാലയും കുറച്ച് റെഡ് ഫുഡ് കളറും കുറച്ച് ലെമൺ ജ്യൂസും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 1 hour വെക്കുക കേട്ടോ. ഇതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തില്ല, കാരണം ചിക്കൻ ക്യൂബിൽ ഉപ്പുള്ളത് കാരണം ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പിന്നെ സെല്ല ബസ്മതി റൈസ് ഞാൻ റെഡി ആക്കിയിട്ട് സൈഡിൽ തന്നെ. അതിനുശേഷം ഒരു 1 hour കഴിഞ്ഞപ്പോൾ ഈ സ്റ്റൗവിൽ 10 minutes ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചിക്കൻ ഒന്ന് മുരിച്ചെടുത്തു. അതിൽ നിന്ന് കുറച്ച് ഓയിലൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ദം ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അതിനകത്തേക്ക് ബസ്മതി റൈസ് ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ ഒന്ന് ലെയർ ചെയ്തു. വീണ്ടും റൈസ് ആഡ് ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് പച്ചമുളകും കുത്തി വെച്ചു. പിന്നെ റെഡ് ഫുഡ് കളറിങ്ങിനും യെല്ലോ ഫുഡ് കളറിങ്ങിന് വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞളും പാലും കൂടി മിക്സ് ചെയ്തത് 2-3 സ്പൂൺ ഒഴിച്ചു. എന്നിട്ട് ദം ചെയ്തെടുത്തു. 1 hour വെരി ലോ ഫ്ലെയിമിൽ 1 hour എടുത്ത് ദം ചെയ്തു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മന്തി എല്ലാം റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ മന്തി റൈസിന് ടോപ്പ് എല്ലാം കംപ്ലീറ്റ്ലി കുക്ക്ഡായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ റൈസൊക്കെ മാറ്റി വെച്ച് ചിക്കൻ എൻ്റെ അകത്തുനിന്ന് പുറത്തെടുത്തു കേട്ടോ. ഈ ചിക്കനെല്ലാം പുറത്തെടുത്ത ശേഷം വീണ്ടും എല്ലാ റൈസും ഒന്നും കൂടി ഒരുമിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ആ താഴത്തെ ഗ്രേവി എല്ലാം മുകളിലും നന്നായിട്ട് എല്ലാ റൈസിലും വന്ന് നന്നായിട്ട് പിടിച്ചു കേട്ടോ. ഇതിലൂടെ കഴിക്കാൻ വേണ്ടി സൈഡായിട്ട് ഉണ്ടാക്കിയത് സൽസ ആട്ടോ, ടൊമാറ്റോ സൽസ. ഇറ്റ് വാസ് ദ മന്തി വാസ് യം ആൻഡ് ഈവൻ മൈ ഹസ്ബൻഡ് സെഡ് ഇറ്റ് വാസ് സൂപ്പർ. ഓക്കെ എന്നാൽ ഫ്രണ്ട്സ്, ബൈ.